അടുത്ത അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് തീവ്രവാദ ആക്രമണം ഉണ്ടാകുമെന്ന് ആശങ്ക. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേയിലാണ് ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. രാജ്യത്തെ 2 പേരും സർവേയിൽ വിശ്വസിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റാകുവാൻ വീണ്ടും ഒരു അംഗത്തിന് പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തയ്യാറെടുക്കുമ്പോൾ രാജ്യത്ത് ഒപ്പം ആശങ്കയും വർദ്ധിക്കുകയാണ്. നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും മുമ്പ് തന്നെ രാജ്യത്ത് രാഷ്ട്രീയ ആക്രമണങ്ങൾ നടക്കുവാൻ സാധ്യത ഏറെയുണ്ടെന്ന് 2 അമേരിക്കക്കാരും വിശ്വസിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പരാജയത്തെ തുടർന്ന് 2020 അമേരിക്കയിൽ നടന്ന ആക്രമണങ്ങളുടെ ആവർത്തനം ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് റോയിട്ടേഴ്സ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും കരുതുന്നു. തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിടുമെന്ന് അമേരിക്കയിലെ മുതിർന്നവരിൽ 68% പേരും വിശ്വസിക്കുന്നു. ഇതിൽ 33% പേർ ശക്തമായി യോജിക്കുമ്പോൾ കേവലം 15% പേർ മാത്രമാണ് ഈ പ്രസ്താവനയോട് വിയോജിക്കുന്നവർ. ഡെമോക്രാറ്റുകളിൽ 83% പേരും രാഷ്ട്രീയ ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്കകളോട് യോജിക്കുന്നു. അതേസമയം റിപ്പബ്ലിക്കന്മാരിൽ 22% പേർ ഇത്തരം ആശങ്കകളോട് വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. When he lost in 2020, and I mean this sincerely, something snapped in Trump. He just can't accept he lost. And I'm going to demand a drug test too, by the way. I am. No, I really am. He was high as a kite. Joe up there, a beautiful room. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം നീതിപൂർവമായിരിക്കുമെന്ന് 87% ഡെമോക്രാറ്റുകൾ വിശ്വസിക്കുമ്പോൾ റിപ്പബ്ലിക്കന്മാരിൽ ഇത് 47% മാത്രമാണുള്ളത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അളമുട്ടിയ ചേരയിൽ നിന്ന് ഒരു വിവരം. വോട്ടെണ്ണൽ വരികയാണ്. SKN ശബ്ദം സൂക്ഷിച്ചോളണം. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അറിയാം, ഈ ജൂൺ 4 പൊളിക്കണം എന്നുള്ള ഒറ്റ വിശ്വാസം കൊണ്ടാണ് നിങ്ങളിതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. മുൻകരുതലൊക്കെ നമ്മൾ എത്ര എടുത്താലും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുകയല്ലേ, അപ്പോൾ എന്തും സംഭവിക്കാം. അപ്പോൾ പക്ഷേ ജൂൺ 4 ടെൻഷൻ ആവണ്ട, നമ്മൾ സൂപ്പാക്കും.